ആദ്യമായിട്ട് സ്ട്രിങ് ഇൻവെർട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് ട്രബിൾ ഷൂട്ടർ വളരെ ഈസിയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റം സ്ഥാപിച്ചു, അതിൽ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ കിട്ടുന്നില്ല, വൈദ്യുതി കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ എവിടെയാണ് കംപ്ലൈൻറ്റ് എന്ന് നോക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഇവിടെ ഒരു സിസ്റ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ മിക്കവാറും ഒന്നുകിൽ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ കംപ്ലൈൻറ്റ് ആയിരിക്കാം. അപ്പോൾ നമുക്കത് പെട്ടെന്ന് നമുക്ക് എവിടെയാണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ഒന്നാമത്തെ ഒരു ഗുണം. രണ്ടാമത്തേത്, ഇതിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ്. അതായത് ഒരു സ്ട്രിങ് ഇൻവെർട്ടറിൻ്റെ 3-4 ഇരട്ടി പണം നമ്മൾ ഒരു മൈക്രോ ഇൻവെർട്ടർ സിസ്റ്റം വെക്കുമ്പോൾ നമുക്ക് ചിലവാകുന്നുണ്ട്. അതാണ് ഒരു വലിയൊരു പ്രത്യേകത. അതായത് ഏതാണ്ട് ഒരു 50,000-80,000 രൂപയോളം ഉള്ള ഒരു വ്യത്യാസം. ഒരു 3 കിലോ വാട്ട് സിസ്റ്റം വെക്കുകയാണെങ്കിൽ ഏതാണ്ട് ഈ ഒരു എമൗണ്ട് നമുക്ക് വ്യത്യാസം വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഡിസൈൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. അതുപോലെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ളൊരു സിസ്റ്റമാണ്. അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതിൻ്റെ എഫിഷ്യൻസിയിൽ ഒരു ഷെയ്ഡ് ഉള്ള ഏരിയയിൽ ഏതെങ്കിലും 6 പാനലുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു പാനലിൽ ഷെയ്ഡ് വന്നാൽ അത് ആ ടോട്ടൽ സിസ്റ്റത്തിനെയും നമ്മൾ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു പാനലിൽ ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ ആ ഷെയ്ഡ് വന്ന ഭാഗം, അതായത് ഒരു 50% ആയിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ബാക്കിയുള്ള 5 പാനലുകൾക്കും അതേപോലെ പ്രൊഡക്ഷൻ 50% ആയിട്ട് കുറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ന്യൂനത. ഇപ്പോൾ നമ്മൾ 3 കിലോ വാട്ട് സിസ്റ്റം നമുക്ക് ഭാവിയിൽ 5 കിലോ വാട്ടോ അല്ലെങ്കിൽ 8 കിലോ വാട്ടോ 10 കിലോ വാട്ടോ ആക്കി മാറ്റണമെങ്കിൽ ആ സമയങ്ങളിൽ നമുക്ക് ഈ ഇൻവെർട്ടർ പൂർണ്ണമായും മാറ്റി വെക്കേണ്ടതുണ്ട്. അതാണ് ഒരു അപാകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുക. പിന്നെ ഇതിൻ്റെ ലൈഫ് സ്പാൻ, അതായത് നമ്മൾ വാറണ്ടി പറയുന്നത് ഒരു 8 വർഷമാണ്. ചില കമ്പനികൾ 10 വർഷം വരെയാണ് ഇതിൻ്റെ വാറണ്ടി പറയുന്നത്. ഈ സിസ്റ്റത്തിൽ ഇൻവെർട്ടർ കേടായി കഴിഞ്ഞാൽ നമ്മുടെ ആ സിസ്റ്റത്തിലുള്ള പ്രൊഡക്ഷൻ ടോട്ടലായിട്ട് സ്റ്റോപ്പ് ആവുകയാണ്. അതായത് അത് റിപ്പയർ ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനാണെങ്കിലോ അപ്പോൾ നമ്മളത് ഡിസ്കണക്ട് ചെയ്ത് പുതിയതായിട്ടുള്ള അല്ലെങ്കിൽ മാറ്റി വെക്കുകയോ അത് റിപ്പയർ ചെയ്യുകയോ വേണം. അപ്പോൾ അതിനുള്ള അത്രയും സമയം നമ്മുടെ ഈ സോളാർ സിസ്റ്റം പ്രവർത്തിക്കാതിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ് അതിൻ്റെ പ്രശ്നം. അതേസമയം മൈക്രോ ഇൻവെർട്ടറിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ആ പ്രശ്നം വരുന്നില്ല. ഒരു ഇൻവെർട്ടർ കേടായാലും ബാക്കിയുള്ള സിസ്റ്റം പ്രവർത്തിച്ചോളും. ഇനി അടുത്തത് മൈക്രോ ഇൻവെർട്ടറിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് പ്രധാനമായിട്ടും സ്ട്രിങ് ഇൻവെർട്ടറിൻ്റെ ദോഷങ്ങളാണ് മൈക്രോ ഇൻവെർട്ടറിൻ്റെ ഗുണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുക. അതുപോലെ തന്നെ സ്ട്രിങ് ഇൻവെർട്ടറിൻ്റെ ഗുണങ്ങളാണ് മൈക്രോ ഇൻവെർട്ടറിൻ്റെ ദോഷങ്ങളായിട്ട് പറയാൻ വേണ്ടി പറ്റുക. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് സിസ്റ്റം എക്സ്പാൻഷൻ ആവശ്യമാണെങ്കിൽ അത് വളരെ ഈസിയാണ്. അതായത് 3 കിലോ വാട്ട് ഭാവിയിൽ നമുക്ക് 6 കിലോ വാട്ടോ 10 കിലോ വാട്ടോ ആക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൃത്യമായി പാനലുകളും ഇതേപോലെ അതിന് എത്ര പാനലാണോ അതിനനുസരിച്ചുള്ള മൈക്രോ ഇൻവെർട്ടറുകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് വളരെ ഈസി ആയിട്ട് നടക്കും. അതുപോലെ നമുക്ക് ഓരോ പാനലിൽ നിന്നും എത്ര പ്രൊഡക്ഷൻ വരുന്നുണ്ടെന്നുള്ള, അതായത് പാനൽ ലെവലിലുള്ള മോണിറ്ററിങ് ഇവിടെ സാധ്യമാണ്. കാരണം ഇത് പാരലലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ പാനൽ എത്ര പ്രൊഡക്ഷൻ ഉണ്ട്, രണ്ടാമത്തെ പാനൽ എത്രയുണ്ട്, അപ്പോൾ ഓരോ പാനൽ വൈസ് ആയിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി മൂന്നാമത്തത്, ഏതെങ്കിലും ഈ ഷെയ്ഡ് ഉണ്ടെങ്കിൽ തന്നെ, ഒരു പാനലിൽ ഷെയ്ഡ് ഉണ്ടെങ്കിൽ തന്നെ ആ ഷെയ്ഡുള്ള പാനൽ മാത്രം പ്രൊഡക്ഷൻ കുറയുകയും ബാക്കിയുള്ള, ഇപ്പോൾ ഒരു 3 കിലോ വാട്ട് സിസ്റ്റം ആണെങ്കിൽ 6 പാനലുണ്ടെങ്കിൽ ഒരു പാനലിൽ ഷെയ്ഡ് ഉണ്ടെങ്കിൽ ആ പാനലിലുള്ള പ്രൊഡക്ഷൻ കുറയുകയും മറ്റുള്ള 5 പാനലുകളിലും 100% പ്രൊഡക്ഷൻ ലഭിക്കുകയും ചെയ്യും. കമ്പനി കൊടുക്കുന്ന വാറണ്ടി 15 വർഷമാണ്. അത് നമുക്കൊരു 10 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. അതായത് ടോട്ടൽ ഒരു 25 വർഷം നമുക്കിതിന് ലൈഫ് സ്പാൻ അല്ലെങ്കിൽ വാറണ്ടി ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ സോളാർ പാനലിൻ്റെ വളരെ അടുത്തായിട്ടാണ് ഈ DC വോൾട്ടിനെ AC വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഈ മൈക്രോ ഇൻവെർട്ടർ. അതുകൊണ്ട് തന്നെ വളരെ ദൂരെ, ഇപ്പോൾ നമ്മൾ DC വയർ ഉപയോഗിച്ചുകൊണ്ട് വളരെ ദൂരത്തേക്ക് നമ്മൾ DC വോൾട്ടേജിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഊർജ്ജ നഷ്ടം നമുക്ക് വളരെയധികം കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അത് ഈ ടോട്ടൽ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി നമുക്ക് കൂട്ടാനും സാധിക്കുന്നു. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമായിട്ട് നമുക്ക് പറയാൻ കഴിയും. പിന്നെ അതേപോലെ മൈക്രോ ഇൻവെർട്ടറിൻ്റെ ദോഷമായിട്ട് നമുക്ക് പറയാൻ കഴിയുക, ഇത് മൈക്രോ ഇൻവെർട്ടറുകൾ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അത് റിപ്പയർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു ദോഷമായിട്ട് നമുക്ക് പറയാൻ പറ്റുക. പിന്നെ രണ്ടാമത്തേത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്,
ഇത് വളരെ എക്സ്പെൻസീവാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു, മൈക്രോ ഇൻവെർട്ടറും അതുപോലെ സ്ട്രിങ് ഇൻവെർട്ടറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏതാണ്ട് 3-4 ഇരട്ടി പണം നമുക്ക് ഈ മൈക്രോ ഇൻവെർട്ടറിന് ചിലവ് വരുന്നുണ്ട്. അപ്പം വളരെ എക്സ്പെൻസീവാണ്. അതുപോലെ ഇതിൽ 6 ഇൻവെർട്ടറുകൾ വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഈ എന്തെങ്കിലും ഫാൾട്ട് വരാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അതായത് പല സ്ഥലങ്ങളിലും നമുക്ക് ഇപ്പോൾ സപ്പോസ് എന്തെങ്കിലും സിസ്റ്റം ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ സിസ്റ്റം ഏത് പാനലാണെന്ന് പ്രത്യേകം നമ്മൾ നോക്കേണ്ടിയിരിക്കും. അത് ഒരു തരത്തിൽ ഗുണവുമാണ് ദോഷവുമാണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ള തരത്തിൽ ചിന്തിക്കുമ്പോൾ അതൊരു കുറച്ച് നമുക്ക് ഒരു ദോഷമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഇതിൻ്റെ എന്താണ് ഈ മൈക്രോ ഇൻവെർട്ടറും അതുപോലെ സ്ട്രിങ് ഇൻവെർട്ടറും തമ്മിലുള്ള വ്യത്യാസവും ഗുണവും ദോഷവും ഒക്കെ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ ഒരു കൺസെപ്റ്റുകൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്കിനി നമ്മുടെ വീട്ടിലെ സിറ്റുവേഷനുമായിട്ട് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഡിസൈൻ എന്താണ്, അതായത് എവിടെയാണ് പാനൽ സ്ഥാപിക്കുന്നത്, അവിടെ ഷെയ്ഡ് ഉണ്ടോ ഇല്ലയോ, അതുപോലെ ഭാവിയിൽ ഇപ്പം നമുക്ക് ഏതാണ്ട് ഒരു 2000 രൂപയാണ് കറണ്ട് ബില്ല്. നാളെ നമ്മളൊരു കാർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇലക്ട്രിക് കാർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിലും നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യാം, ഇത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട, അതായത് എക്സ്റ്റൻഷൻ ആവശ്യമുണ്ട്. 3 കിലോ വാട്ട് എന്നുള്ളത് 5-6 കിലോ വാട്ടിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് സ്ട്രിങ് ഇൻവെർട്ടർ വെക്കണോ അതുപോലെ മൈക്രോ ഇൻവെർട്ടർ വെക്കണോ എന്നുള്ള കാര്യം ആലോചിക്കാം. ഇനി രണ്ടാമത്തത്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് എന്തായാലും ഈ കറണ്ട് ബില്ല് 0 ആക്കുകയും വേണം. അതോടൊപ്പം തന്നെ നമുക്ക് വലിയൊരു എമൗണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും താല്പര്യമില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബേസിക് നീഡ്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു 3 കിലോ വാട്ട് സിസ്റ്റം സ്ഥാപിക്കുക. അപ്പോൾ ആ കേസിൽ നമുക്ക് സൂര്യപ്രകാശം കൃത്യമായി ലഭിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഈ മൈക്രോ ഇൻവെർട്ടറിലേക്ക് പോകേണ്ട കാര്യമില്ല. നമുക്ക് സാധാരണയുള്ള സ്ട്രിങ് ഇൻവെർട്ടർ തന്നെ മതിയാവും. അപ്പോൾ ഇത് അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് ഇൻവെർട്ടർ വേണമെന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഒരു കൺസെപ്റ്റും കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പ്രധാനമായിട്ടും ഏതൊക്കെ ബ്രാൻഡിൻ്റേതാണ് ഈ മൈക്രോ ഇൻവെർട്ടറുകൾ ഉള്ളത് അതുപോലെ സ്ട്രിങ് ഇൻവെർട്ടറുകൾ ഉള്ളത് അത് ബ്രീഫായിട്ടൊന്ന് നമുക്ക് നോക്കിയിട്ട് പോകാം. ഇനി സ്ട്രിങ് ഇൻവെർട്ടറുകൾ പ്രധാനമായിട്ടും വി-ഗാർഡ്, വാരി, ലിവ് ഗാർഡ് തുടങ്ങിയ നിരവധി കമ്പനികളുണ്ട്. ഇതിൻ്റെയൊക്കെ റേറ്റ് ഏതാണ്ട് ഒരേപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ സാഹചര്യത്തിൽ നമ്മൾ ഏത് കമ്പനി സെലക്ട് ചെയ്യുക എന്നുള്ളത് 1-2 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ഒന്ന്, ഇതിൻ്റെ ബൈൻഡിങ് വരുന്നത് ഫുൾ കോപ്പർ ആണെങ്കിൽ അത് പ്രിഫർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഏറ്റവും നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണോ, നമുക്ക് അടുത്ത് സർവീസ് സെൻ്ററുള്ള അല്ലെങ്കിൽ നമ്മുടെ ഏരിയയിൽ സർവീസ് നന്നായിട്ട് ലഭിക്കുന്ന ഏതാണോ അപ്പോൾ അത് പ്രിഫർ ചെയ്യുക. മൂന്നാമത്തെ കാര്യം, വാറണ്ടി ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഏതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ കേസിൽ നമ്മൾ ഇൻവെർട്ടറുകൾ സെലക്ട് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ എത്ര ആംബിയർ മുതൽ എത്ര ആംബിയർ വരെ എടുക്കും അതൊക്കെ നമുക്ക് നോക്കേണ്ട വേറൊരു ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ സ്ട്രിങ് ഇൻവെർട്ടറിൻ്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. മൈക്രോ ഇൻവെർട്ടർ എൻഫേസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ്. അതൊരു മൊണോപ്പൊളി ആയിട്ട് അങ്ങനെ നിലനിർത്തുന്ന, അത് അവരുടെ തന്നെ ടെക്നോളജിയും കൂടിയാണ്. സീരീസുകളുണ്ട്. അപ്പോൾ അതിൽ ഇതിൻ്റെ തൊട്ടിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് IQ സീരീസുകളാണ് വന്നിട്ടുള്ളത്. അതിൽ IQ7A ആയിരുന്നു തൊട്ട് മുൻപുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് IQ8ൻ്റെ 2 വേരിയൻ്റ് വന്നിട്ടുണ്ട്. 2 IQ8HCയും അതുപോലെ IQ8P ഇങ്ങനെ 2 വേരിയൻ്റ് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് ബ്രീഫായിട്ട് നോക്കാം. ഇതിൻ്റെ പ്രീവിയസ് മോഡലായിട്ടുള്ള IQ7A 7Aനെ കമ്പയർ 7Aയിൽ പ്രധാനമായിട്ടും 360 വോൾട്ട് ആംബിയർ ആണ് മാക്സിമം വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ IQ8HC ആണെങ്കിൽ നമുക്കതിൽ 560 വാട്ടിൻ്റെ വരെ പാനലുകൾ നമുക്കതിൽ ഉപയോഗിക്കാം. അതിൻ്റെ മാക്സിമം വോൾട്ട് ആംബിയർ വരുന്നത് 384 ഏതാണ്ട് 1 കിലോ 1,800 അതിൻ്റെ ഭാരം വരുന്നത് ഈ IQ8HC വെറൈറ്റിയുള്ളത്. ഇനി IQ8P വേരിയൻറ്റിൻ്റെ ഏതാണ്ട് നമുക്ക് മാക്സിമം അതിൽ നമുക്ക് കുറച്ചും കൂടെ കപ്പാസിറ്റി കൂടിയ പാനലുകൾ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ്. അതിൽ ഏതാണ്ട് 670 വാട്ടിൻ്റെ പാനലുകൾ വരെ നമുക്ക് പരമാവധി ഉപയോഗിക്കാം. അതേപോലെ തന്നെ അതിൻ്റെ വോൾട്ട് ആംബിയർ വരുന്നത് 480 മാക്സിമം വരുന്നത്. അത് IQ8HCൻ്റെ വരുന്നത് 384 അതുപോലെ IQ7Aൻ്റെ വരുന്നത് 360 പരമാവധി ഇപ്പോൾ ഉള്ള വാറണ്ടി എന്ന് പറയുന്ന കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് 15 വർഷമാണ്. ആ 15 വർഷം എന്ന് പറഞ്ഞാൽ
ടോട്ടൽ റീപ്ലേസ്മെൻ്റ് ആണ്. വേണമെങ്കിൽ നമുക്കൊരു 10 വർഷം കൂടെ അഡീഷണൽ ആയിട്ട് നമുക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. അതായത് ടോട്ടൽ ഒരു 25 വർഷം വരെ ഇതിൻ്റെ വാറണ്ടി ലഭിക്കുന്നതാണ്. അതേസമയം നമ്മൾ സ്ട്രിങ്ങിൻ്റെ കേസിൽ പറഞ്ഞു മാക്സിമം നമുക്കൊരു 10 വർഷമേ നമുക്കതിൻ്റെ വാറണ്ടി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അങ്ങനെ നമ്മളൊരു സോളാർ സിസ്റ്റത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് DC വോൾട്ടേജിനെ നമുക്കാവശ്യമായ AC വോൾട്ടാക്കി കൺവേർട്ട് ചെയ്യുന്ന ഇൻവെർട്ടറുകളെക്കുറിച്ച് നമ്മളൊരു വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് സോളാർ പാനലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സോളാർ സിസ്റ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പാനലുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രധാനമായിട്ടും ഇപ്പം നമുക്കറിയാം പലതരത്തിലുള്ള പാനലുകളുണ്ട്. പഴയ ടെക്നോളജി ആയിട്ടുള്ള പോളി ക്രിസ്റ്റലൈൻ, അതുപോലെ മോണോ ക്രിസ്റ്റലൈൻ, ഇപ്പോൾ മോണോ പെർക്ക്, അതുപോലെ തന്നെ മോണോ പെർക്കിൽ ഹാഫ് കട്ട്, ബൈഫേഷ്യൽ, അതേപോലെ തന്നെ ഇപ്പോൾ ടോപ്പ് കോൺ പാനലുകൾ. അപ്പോൾ ഈ പാനലിൻ്റെ ക്വാളിറ്റികൾ, പാനലിൻ്റെ സർട്ടിഫിക്കേഷൻസ്, ഏതൊക്കെ സർട്ടിഫൈഡ് ആയിട്ടുള്ള പാനലുകളാണ്, ഏതൊക്കെ കമ്പനിയാണ്, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈവൻ നമ്മളൊരു സോളാർ ടെക്നീഷ്യൻ അല്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഭവനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം സ്ഥാപിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ സോളാർ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള സോളാർ പാനലുകളെക്കുറിച്ച് നമുക്ക് അടുത്ത കൃത്യമായിട്ട് ഏതൊക്കെയാണെന്നുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് കൃത്യമായി ഡിസ്കസ് ചെയ്ത് പോകാം. ഇനി അതിനുശേഷം നമുക്ക് എൻ്റെ വീട്ടിൽ ഇതേപോലെ തന്നെ സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഏതൊക്കെ പാനലുകളാണ് ഉപയോഗിച്ചത്, അതുപോലെ തന്നെ ഏത് സിസ്റ്റമാണ്, ഏത് ഇൻവെർട്ടറാണ് ഉപയോഗിച്ചത്, അതുപോലെ എർത്തിങ് സിസ്റ്റം എങ്ങനെയാണ് ചെയ്തത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാനിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന കമ്പനീൻ്റെ ഓണറോ അല്ല അങ്ങനെയൊന്നുമല്ല. ഞാനിതുമായിട്ട് പ്രത്യേകിച്ച് ഈ സോളാർ കമ്പനികളുമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഈ സോളാർ സിസ്റ്റം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിന്യൂവബിൾ എനർജി സോഴ്സ് ഉപയോഗിക്കണം എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മുമ്പ് താമസിച്ച നാട്ടിൽ നമുക്ക് ഇത്തരത്തിൽ ഇലക്ട്രിസിറ്റി ഇപ്പം ഒരു കാറ്റും മഴയൊക്കെയുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആയിട്ട് വൈദ്യുതി പോയിട്ടുണ്ടെങ്കിൽ, കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് കറണ്ട് വരിക. അപ്പോൾ ആ സമയങ്ങളിൽ എനിക്ക് എൻ്റെ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വർക്കിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ചെറിയ രീതിയിൽ ചാർജിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ അന്ന് നമ്മുടെ കയ്യിൽ പൈസയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആ സമയത്ത് നമ്മളുള്ള ചെറിയ പൈസകൾ, സ്വരുക്കൂട്ടി വെച്ച പൈസകൾ ഉപയോഗിച്ച് ചെറിയ രീതിയിലുള്ള ഒരു സിസ്റ്റം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാനൊരു 50 വാട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു 100 വാട്ടിൻ്റെ സിസ്റ്റം ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെച്ച് ഞാൻ ആ 100 വാട്ടിൽ നിന്ന് കിട്ടുന്ന DC ചെറിയ ബാറ്ററി, ഈ വാഹനങ്ങളുടെ ബാറ്ററിയാണ് ഞാൻ ഉപയോഗിച്ചത്. ആ ബാറ്ററി ഉപയോഗിച്ചിട്ട് ഞാൻ അതിനെ DC ആക്കിയിട്ട് അതിൽ സ്റ്റോർ ചെയ്യും. അതിലൊരു MPPT ചാർജ് കൺട്രോളറും ഉപയോഗിച്ച് അങ്ങനെ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അതിനെ ചെറിയൊരു കൺവേർട്ടർ ഉണ്ട്, അതായത് DC to AC കൺവേർട്ടർ. അത് അത്ര വലിയ ആംബിയറുള്ളതൊന്നുമല്ല. അപ്പം അത്തരത്തിലുള്ള കൺവേർട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അത്യാവശ്യം കമ്പ്യൂട്ടർ ചാർജും ഒക്കെ ചെയ്യായിരുന്നു. പിന്നീട് അതിന് ശേഷം കുറച്ചും കൂടെ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വന്ന സമയത്ത് ഞാൻ വീട്ടിലൊരു ഇൻവെർട്ടർ വെച്ചു. ആ ഇൻവെർട്ടർ ഞാൻ അതിന് ഒരു നമ്മുടെ വിക്രമിൻ്റെ ഒരു സോളാർ പാനൽ ഘടിപ്പിച്ചു. അപ്പോൾ അതിന് ശേഷം നമ്മുടെ വീട്ടിൽ കറണ്ട് ബില്ലെന്ന് പറഞ്ഞാൽ ഒരു 50 രൂപ അങ്ങനെയൊക്കെ വരുള്ളൂ. അപ്പം പിന്നീട് ഇപ്പോൾ റീസെൻ്റായിട്ടാണ് നമ്മൾ വീട് മാറിയ സമയത്താണ് നമ്മൾ പുതിയ വീട്ടിലേക്ക് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം നമുക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത്. വളരെ മുമ്പ് തന്നെ എൻ്റെ മനസ്സിൽ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഇപ്പം ഇത് നമ്മൾ ഓരോരോ ആൾക്കാരെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്താണ് 500 രൂപ അല്ലെങ്കിൽ 1000 രൂപയോ 2000 രൂപയോ മാസം അടച്ചാൽ തീരുന്ന 2 മാസം കൂടുമ്പോൾ അടച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതിന് നമ്മൾ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ നമ്മളിപ്പോൾ ചിലവാക്കണമെന്ന് ചിന്തിക്കും. പക്ഷേ ഇത് നമ്മളൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കുക. രണ്ടാമത്തേത്, നമ്മൾ ഇത്തരത്തിലുള്ള ഗ്രീൻ എനർജിയുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ ഗ്രീൻ എനർജി ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ പ്രകൃതിയോടും നമ്മുടെ സഹജീവികളോടും ചെയ്യുന്ന ഒരു വലിയ പുണ്യപ്രവൃത്തിയായിട്ടും കൂടെ നമുക്കിതിനെ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.